പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പനിമിഷത്തെ വേദ വിജനന്ദനത്തിനായി നമുക്ക് ഒരു വാക്യം വായിക്കാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഹബക്കൂക്ക് പഴയ നിയമത്തിലെ അതിശക്തനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ ബാബിലോണിൻ്റെ ശക്തമായിരിക്കുന്ന അതിക്രമ നിമിത്തം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഹബക്കൂക്ക് വളരെ അസ്വസ്ഥനായി, അനീതിപരമായി, വളരെ തന്ത്രപരമായ രീതിയിലും ജനത്തോട് ഇടപെടുന്നത് മൂലം തൻ്റെ ദാസൻ ഇതിൻ്റെ ഇടിവിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഹബക്കൂക്ക് പ്രവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും നാം പഠിക്കുമ്പോൾ വളരെ നമുക്ക് ഒത്തിരി പ്രചോദനം തരുന്ന അനേക ആലോചനകൾ നമുക്കിതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഹബക്കൂക്ക് പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ബാബിലോണിലെ ക്രൂരമായ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം പ്രവാചകൻ അസ്വസ്ഥനായി, അനീതിയുള്ള ജനത്തിൻ്റെ മേലുള്ള ശിക്ഷ പ്രവാചകന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അനേക പങ്കപ്പാടുകൾ കടന്നു വന്നപ്പോൾ ദൈവദാസൻ ഹബക്കൂക്ക് നിലവിളിക്കുകയാണ് 1-ാം അധ്യായം മുഴുവനും. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: യഹോവ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കുന്നതെന്ത്? ദൈവഭക്തനായിരിക്കുന്ന ഹബക്കൂക്ക്, പ്രവാചകനായ ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. പക്ഷേ ആ നിലവിളി കേൾക്കുന്നില്ല. അടുത്തത് അതിന് താഴോട്ടുള്ള വേദഭാഗത്തിൽ കാണുന്നത്, എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അപ്പോൾ ഒന്ന്, ദൈവത്തോട് നിലവിളിക്കുന്നു, കേൾക്കുന്നില്ല. 2, രക്ഷിക്കുന്നില്ല. 3, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സാഹസം എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ഠയും ഉളവായി വരും, അതുകൊണ്ട് ന്യായപ്രമാണം അഴിഞ്ഞിരിക്കുന്നു, ന്യായം വരുന്ന ആളും വെളിപ്പെട്ടു വരുന്നില്ല. 3 കാര്യങ്ങൾ ഇവിടെ ഹബക്കൂക്ക് പറയുകയാണ്. വളരെ അസ്വസ്ഥനായി നിന്നുകൊണ്ട് പ്രവാചകൻ തൻ്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന നീ കേൾക്കാതിരിക്കുന്നതെന്ത്? 2, ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ നീ രക്ഷിക്കുന്നില്ല, എന്താണ് രക്ഷിക്കാത്തത്? 3, ന്യായം വരുന്ന ആളും വെളിപ്പെട്ടു വരുന്നില്ല. ഇങ്ങനെ അസ്വസ്ഥനായി നിൽക്കുന്ന ആ പ്രവാചകൻ, താഴോട്ട് നമ്മൾ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ഒരു പ്രവൃത്തി നിങ്ങളുടെ കാലത്ത് ചെയ്യാൻ പോകുകയാണ്, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യും, പക്ഷേ നമ്മുടെ സമയത്തല്ല, നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ താഴോട്ട് അതിൻ്റെ 13-14 വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നീ വെറുതെ നോക്കി നിൽക്കുന്നതെന്ത്? ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതെന്ത്? നോക്കണമേ, ഒരു ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് തൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, ന്യായം വെളിപ്പെട്ടു വരുന്നില്ല. അടുത്തത്, നീ വെറുതെ നോക്കി നിൽക്കുന്നതെന്ത്? നീ മിണ്ടാതിരിക്കുന്നതെന്ത്? ഇതെല്ലാം പ്രവാചകന്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താൻ നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ചെയ്യുമ്പോൾ തന്നെ തൻ്റെതായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക്, നിലവിളിക്ക് ഒരു മറുപടി ലഭിക്കാതെ വളരെ വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് 1-ാം അധ്യായത്തിൽ കാണുന്നത്. എങ്കിലും വിശ്വാസത്തിൽ താൻ പുറകോട്ടില്ല, വിശ്വാസത്തിൽ താൻ പതറിയില്ല, ആത്മീയതയ്ക്ക് കോട്ടം സംഭവിച്ചില്ല. താൻ വിശ്വാസത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ കരയുവാനും ഇടയായി തീർന്നു. അങ്ങനെ വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യഹോവ എന്നോട് ഉത്തരം അരുളിയത്. നോക്കണമേ, 1-ാം അധ്യായത്തിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല, നിലവിളി കേൾക്കുന്നില്ല, ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് വെറുതെ നോക്കി നിൽക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ അടുത്ത അധ്യായം തുറക്കുമ്പോൾ, 2-ാമത്തെ അധ്യായം തുറക്കുമ്പോൾ, യഹോവ എന്നോട് ഉത്തരം അരുളിയത്. ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് ഈ കാലങ്ങളിൽ നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചതുകളാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഈ വർഷം ഇന്ന് 6-ാമത്തെ മാസമാണ്. ഇനി ഒരു 6 മാസം കൊണ്ടുണ്ട്. എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല, അതോർത്താരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം സകലതും നന്നായി ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്തത് അതിൻ്റെ 3-ാമത്തെ വിഭാഗത്തിൽ കാണുന്നത്, ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. നോക്കണമേ, പ്രവാചകൻ പറയുകയാണ്, ദർശനത്തിനൊരവധി വെച്ചിരിക്കുകയാണ്. ദൈവികമായിരിക്കുന്ന ദർശനം നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ മേലൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വിഷൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് പൂർത്തീകരിക്കുവാൻ ദൈവം ശക്തനാണ്. അതിൻ്റെ പിന്നിലും മുമ്പിലും ഇടത്തും വലത്തുമായി ഏത് പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ കൊണ്ടെത്തിക്കുവാനിടയായിത്തീരും. ആ ദർശനത്തെ ഒരു മനുഷ്യനും മാറ്റിക്കളയുവാൻ കഴിയത്തില്ല. പ്രവാചകൻ പറയാണ്, അതിനൊരു അവധി വെച്ചിട്ടുണ്ട്, അത് വരും, നിശ്ചയം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദർശനമുണ്ട്, അത് വരിക തന്നെ ചെയ്യും. നിശ്ചയമായിട്ടും അതിനായി കാത്തിരിക്കണം. നമുക്ക് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, വിശ്വാസം വന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. തീർച്ചയായിട്ടും ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് അവിശ്വാസത്തിൻ്റെ കോട്ടകൾ നമ്മളെ പിടിച്ചു കുലുക്കിയാലും നമുക്കൊരു നിശ്ചയമായ വിശ്വാസമുണ്ടാകണം. എൻ്റെ കർത്താവ് എൻ്റെ മേൽ തന്നിരിക്കുന്ന ദർശനം അത് പൂർത്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണല്ലോ എബേസ് പറഞ്ഞത്, അങ്ങനെ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിശ്ചയമായിട്ടും നമ്മുടെ സ്ഥിതികളെ മാറ്റുന്നൊരു ദൈവമുണ്ട്. നിശ്ചയമായിട്ടും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി എഴുതുന്നൊരു ദൈവമുണ്ട്. സ്ഥിതികൾക്ക് മാറ്റി എഴുതുവാൻ ലോകത്തിലൊരു വ്യക്തിക്കോ ശക്തിക്കോ കഴിയത്തില്ല, നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തൊരു അധ്യായത്തെ നമുക്ക് മാനുഷ്യമായി കാണുവാൻ സാധിക്കും. പക്ഷേ 2-ാം അധ്യായം തുറക്കുമ്പോൾ യഹോവ എനിക്ക് ഉത്തരമരുളിയത്. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങൾക്ക് ദൈവാത്മാവ് ചില വ്യക്തികൾക്ക് ഉത്തരം തരാൻ പോകുകയാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം